കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. വീഴ്ച വരുത്തിയ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയും ക്രിമിനൽ നടപടിയും സ്വീകരിക്കും. നീറ്റ് അടക്കമുള്ള ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, നമുക്കറിയാം രാജ്യതലസ്ഥാനം വലിയ പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ്. ഈ നീറ്റ് അടക്കമുള്ള ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ നടപടി വരുന്നല്ലോ. CJP സമരം ശക്തമാകുന്നതിനിടയിലാണ് NDAയിൽ കടുത്ത നടപടി എന്നത് ഏറെ ശ്രദ്ധേയമാണ്. NDA ഉടച്ചു വാർക്കാനുള്ള കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാമോ? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് നടപടി പോകുമോ ജിഷ്ണു? അശ്വതി, ചോദ്യപേപ്പർ ചോർച്ചയിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതിന് പുറകെയായി ഓരോരോ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ ചോദ്യപേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിനുടൻ തന്നെ ഡൽഹി ഹൈക്കോടതി അതിവേഗ കോടതിക്ക് രൂപം നൽകിയിരുന്നു. ഒപ്പം ഈ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പുതിയ ബില്ലിന് രൂപം നൽകി. അതിന് തൊട്ടുപുറകെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത്. ഇതിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ ഒരു പൂർണ്ണമായ പുനഃസംഘടനയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പരീക്ഷകളിൽ തുടർച്ചയായി വീഴ്ചകൾ വന്നപ്പോൾ ഇത്തരം പരീക്ഷകൾ കൃത്യതയോടുകൂടി നടത്തുന്നതിന് 2017 സ്വയംഭരണാവകാശമുള്ള സ്ഥാപനമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത്. എന്നാൽ പിന്നീട് 2024 ഇപ്പോൾ 2026 നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട അതിന്റെ ചോദ്യപേപ്പർ ചോർച്ചയിൽ വലിയ വീഴ്ചകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സംഭവിച്ചു എന്നുള്ളത് നേരത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ കൂടുതൽ നടപടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ വരുന്നത്. നിലവിൽ 47 ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. അതിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകും. പുതിയ ഉദ്യോഗസ്ഥരെ ചേർത്തുകൊണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ സമ്പൂർണ്ണമായൊരു പുനഃസംഘടനയാണ്, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിക്കുകയാണ് സർക്കാരിന്റെ ഉദ്ദേശമെന്നാണ് മനസ്സിലാക്കുന്നത്. നീറ്റ് ഉൾപ്പെടെ ഏകദേശം 20ഓളം പരീക്ഷകളാണ് നിലവിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കീഴിൽ നടക്കുന്നത്. ഒപ്പം ഈ പരീക്ഷകൾക്ക് വേണ്ടി വിവിധ കാര്യങ്ങൾക്കായി പുറത്തുവയ്ക്ക് കരാർ നൽകുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടി, തീരുമാനം കൂടി സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ കാര്യങ്ങൾക്കായി, അതായത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ചോദ്യോത്തരങ്ങൾ അച്ചടിക്കുന്നത് ഉൾപ്പെടെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങൾക്ക് ചിലപ്പോൾ പുറത്തെ കമ്പനികൾക്ക് കരാർ നൽകുന്നുണ്ട്. അത്തരത്തിൽ പുറത്തേക്ക് കരാർ നൽകുന്നത് പൂർണ്ണമായും അവസാനിപ്പിച്ച് പരീക്ഷകളുടെ എല്ലാ വിധത്തിലുമുള്ള ചുമതല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ കൈകാര്യം ചെയ്യുകയും അത് കൂടുതൽ വിപുലപ്പെടുത്തുകയുമാണ് നിലവിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത്.